നമസ്കാരം. നിലയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പടിഞ്ഞാറങ്ങാടിയിൽ കനത്ത മഴയിൽ വീടിന്റെ മതിലും കാർപോർച്ചിന്റെ ഒരു ഭാഗവും തകർന്നു വീണു. പടിഞ്ഞാറങ്ങാടി അങ്ങാടിക്കുളം പ്രദേശത്തെ പള്ളിയാലിൽ റാഫിയുടെ വീടിന്റെ മതിലാണ് ഉച്ചയ്ക്ക് 1 മണിയോടെ വീണത്. മതിലിനോട് ചേർന്ന് നിർമ്മിച്ച കാർപോർച്ചിന്റെ ഒരു ഭാഗവും ഇതോടൊപ്പം തകർന്നു. സംഭവ സമയത്ത് സമീപത്ത് ആരും ഇല്ലാതിരുന്നതിനാൽ ആളപായം ഒഴിവായി. 2 ലക്ഷം രൂപയുടെ നാശനഷ്ടം ഉണ്ടായതായി വീട്ടുകാർ പറഞ്ഞു. കനത്ത മഴയിൽ ആനക്കര നീലിയാട് റോഡിൽ വെള്ളം കയറി. പ്രദേശത്തെ ഏതാനും കച്ചവട സ്ഥാപനങ്ങളിലേക്കും വെള്ളം കയറി. തോടുകളും അഴുക്കുചാലുകളുമെല്ലാം നിറഞ്ഞു കവിഞ്ഞു. റോഡരികിലെ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിലും വെള്ളം കയറി. പ്രധാന റോഡ് വെള്ളത്തിനടിയിലായതോടെ വാഹന ഗതാഗതവും അപകടം നിറഞ്ഞതായി. കാലവർഷം ശക്തി പ്രാപിക്കാനിരിക്കെ തൃത്താല മേഖലയിലെങ്ങും വെള്ളക്കെട്ടും രൂക്ഷമാവുകയാണ്. എടപ്പാൾ പൊറൂക്കരയിൽ നിയന്ത്രണം വിട്ട ബൈക്ക് വീടിന്റെ ഗേറ്റിൽ ഇടിച്ച യുവാവിന് ദാരുണാന്ത്യം. കാലടി സ്വദേശി ഷിബിനാണ് മരിച്ചത്. കഴിഞ്ഞ ദിവസം രാത്രി 11:45 എടപ്പാൾ ഭാഗത്തു നിന്നും വന്ന ബൈക്ക് റോഡിനോട് ചേർന്ന വീടിന്റെ ഗേറ്റിൽ ഇടിച്ചത്. തല ഗേറ്റിൽ കുടുങ്ങി 2ആയി പിളർന്നിരുന്നു എന്ന് നാട്ടുകാർ പറഞ്ഞു. സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരണം സംഭവിക്കുകയായിരുന്നു. ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്തിൽ മഴക്കാല രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാൻ ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ നേതൃത്വത്തിൽ പഞ്ചായത്തിൽ ചേർന്ന യോഗത്തിൽ തീരുമാനമായി. സ്ക്രാപ്പ് മാലിന്യ സംസ്കരണം കുറ്റമറ്റ രീതിയിൽ നടപ്പാക്കാനാവശ്യമായ നടപടികൾ സ്വീകരിക്കാനും യോഗത്തിൽ തീരുമാനിച്ചു. മഴ തുടങ്ങിയ സാഹചര്യത്തിൽ ഓങ്ങല്ലൂർ പഞ്ചായത്തിൽ പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് സ്ക്രാപ്പ് വ്യാപാരികൾ സ്വീകരിക്കേണ്ട നടപടികൾ ചർച്ച ചെയ്യുന്നതിനായി ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ KR വിദ്യയുടെ നേതൃത്വത്തിൽ യോഗം വിളിച്ചു ചേർത്തത്. ഓങ്ങല്ലൂർ പഞ്ചായത്ത് ഹാളിലായിരുന്നു യോഗം. ഡെങ്കിപ്പനി വലിയ തോതിൽ പടർന്നു പിടിച്ചിരുന്ന ഓങ്ങല്ലൂർ കാരക്കാട് മേഖലയിൽ വീണ്ടും അത്തരം സാഹചര്യങ്ങൾ ഉണ്ടാകാതിരിക്കുവാനുള്ള പരിശ്രമത്തിന്റെ ഭാഗമായി കൂടിയായിരുന്നു സ്ക്രാപ്പ് വ്യാപാരികളുടെ യോഗം വിളിച്ചു ചേർത്തത്. സ്ക്രാപ്പുകൾ കൃത്യമായി സൂക്ഷിക്കുന്നതിനും സംസ്കരിക്കുന്നതും ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലും പുലർത്തേണ്ട ജാഗ്രതയും യോഗത്തിൽ ബന്ധപ്പെട്ടവ വിശദീകരിച്ചു. നമ്മുടെ എല്ലാ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനത്തിന് പുറത്തു നിന്നുള്ള പലതരത്തിലുള്ള മാലിന്യങ്ങൾ, അജൈവ മാലിന്യങ്ങൾ സംസ്കരിക്കാനായിട്ട് നിങ്ങളെല്ലാവരും ചെയ്യുന്ന ആ ഒരു പ്രവൃത്തി ശരിക്കും പറഞ്ഞാൽ പ്രശംസനീയാർഹമായിട്ടുള്ളൊരു പ്രവൃത്തിയാണത്. പക്ഷെ അത് പൂട്ടിക്കാനോ ഒന്നുമല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. അത് നമ്മൾ ശാസ്ത്രീയമായിട്ട് അത് സംസ്കരിക്കുക. നമ്മൾ ബേസിക്കലി നിങ്ങളെല്ലാവരും ചെയ്യുന്നത് ഞാൻ അറിഞ്ഞിടത്തോളം വെച്ച് നമ്മൾ ഡിസ്മാൻഡിൽ ചെയ്യാണ് ചെയ്യുന്നത്. നിങ്ങൾ ഡിസ്മാൻഡിൽ ചെയ്ത് സെപ്പറേറ്റഡ് ആക്കിയിട്ട് ഓരോ കമ്പോണൻസ് ആക്കി സെപ്പറേറ്റഡ് ആക്കിയിട്ടാണ് അതായത് ഇത് മാലിന്യ സംസ്കരണം ചെയ്യുന്ന കേരളത്തിന് പുറത്തുള്ള കമ്പനികളിലേക്ക് അയച്ചു കൊടുക്കുന്നത്. അപ്പോൾ അത് ശാസ്ത്രീയമായിട്ട് നമ്മൾക്ക് എങ്ങനെ സംസ്കരിക്കാൻ പറ്റും? അപ്പോൾ ഇത് അശാസ്ത്രീയമായിട്ട് ഈ പറയുന്ന വസ്തുക്കൾ കൂട്ടിയിട്ട് അതിൽ കൊതുകുകൾ പെരുകുകയും പിന്നെ അല്ലാതെയുള്ള ഹെപ്പറ്റൈറ്റിസും മറ്റുള്ള രോഗങ്ങളും ഉണ്ടാവുന്നതും ഒക്കെ നമുക്ക് തടയണം. അപ്പോൾ ഇത് മഴക്കാലത്തിന് മുന്നോടിയായിട്ട് നമ്മൾ ജില്ലയിൽ ഇന്റർസെക്ടറൽ മീറ്റിംഗ്, അതായത് മറ്റുള്ള ഡിപ്പാർട്ട്മെന്റ്സിന്റെ മീറ്റിംഗ് വിളിച്ചിട്ടുണ്ടായിരുന്നു മഴക്കാലത്തിന് മുന്നോടിയായിട്ട്. ഒരാഴ്ച മുമ്പേ മഞ്ഞപ്പിത്തം പഞ്ചായത്തിൽ പടർന്നു പിടിച്ചിരുന്നു. ഡെങ്കിപ്പനി കേസുകളും എലിപ്പനി കേസുകളും നിലവിൽ പഞ്ചായത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ എല്ലാം പശ്ചാത്തലത്തിൽ കൂടിയായിരുന്നു യോഗം. തുറസായ സ്ഥലങ്ങളിൽ വലിച്ചുവാരി കിടക്കുന്ന ആക്രി സാധനങ്ങൾ കെട്ടിടത്തിനകത്തേക്ക് മാറ്റുവാനാവശ്യമായ നടപടികൾ സ്വീകരിക്കുവാനും നിർദ്ദേശം നൽകി. ജില്ലാ മെഡിക്കൽ ഓഫീസർക്ക് പുറമെ പഞ്ചായത്ത് ജോയിന്റ് ഡയറക്ടർ ഉഷ, ശുചിത്വ മിഷൻ ജില്ലാ കോർഡിനേറ്റർ വരുൺ, പൊല്യൂഷൻ കൺട്രോൾ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ദിനേശ്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് K ബിനുമോൾ, പഞ്ചായത്ത് പ്രസിഡന്റ് രതി ഗോപാലകൃഷ്ണൻ, വൈസ് പ്രസിഡന്റ് TP രജീഷ്, മറ്റു ജനപ്രതിനിധികളും യോഗത്തിൽ പങ്കെടുത്തു. പഞ്ചായത്തിൽ നിലവിലെ സ്ഥിതിഗതികൾ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ശ്രീകുമാർ യോഗത്തിൽ വിശദീകരിച്ചു. മറ്റു ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുത്തു. ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ നേതൃത്വത്തിൽ ഓങ്ങല്ലൂർ പഞ്ചായത്തിൽ ഇത് 2ാം തവണയാണ് ഇത്തരത്തിലുള്ള യോഗം ചേരുന്നത്. മഴ ശക്തമാകുന്നതോടെ പഞ്ചായത്തിൽ പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുവാനുള്ള സാഹചര്യം മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രതിരോധ പ്രവർത്തനങ്ങളുമായി അധികൃതർ രംഗത്തിറങ്ങിയിരിക്കുന്നത്. കനത്ത മഴയിൽ മണ്ണ് ഖനനം നടന്ന കുന്നിൻ മുകളിൽ നിന്നും ഉരുൾപൊട്ടലിന് സമാനമായി വെള്ളവും മണ്ണും ഒഴുകിയെത്തി. തണ്ണീർക്കോട് ഹെൽത്ത് സെന്ററിന് സമീപത്തെ കുന്നിൻ മുകളിൽ നിന്നാണ് നാഷണൽ ഹൈവേക്ക് വേണ്ടി മണ്ണെടുത്ത പ്രദേശത്ത് നിന്നും മണ്ണും വെള്ളവും താഴേക്ക് ഒഴുകിയെത്തിയത്. താഴ്ഭാഗത്തെ നിരവധി വീടുകളിൽ ചെളിവെള്ളം കയറി. കൂടാതെ ശക്തമായ വെള്ളം ഒഴുക്കിൽ പ്രാദേശിക റോഡും തകർന്നു. ഇതോടെ മുകൾ ഭാഗത്തെ 100ഓളം വീടുകളിലേക്കുള്ള വാഹന ഗതാഗതവും ദുരിതം നിറഞ്ഞതായി. കൂടാതെ പ്രധാന റോഡിൽ മുഴുവനും കല്ലും ചെളിയും നിറഞ്ഞ് ഗതാഗത തടസ്സവുമുണ്ടായി. പരിസരവാസികൾ ഇടപെട്ട് മണ്ണും ചെളിയും നീക്കം ചെയ്ത് ഗതാഗതം പുനഃസ്ഥാപിച്ചു.
പട്ടാമ്പിയിൽ മുനിസിപ്പൽ ടവർ നിർമ്മാണം ആരംഭിച്ചു. കിഫ്ബിയിൽ ഉൾപ്പെടുത്തി 10 കോടിയോളം രൂപ ചെലവഴിച്ചാണ് മുനിസിപ്പൽ ടവർ നിർമ്മിക്കുന്നത്. പട്ടാമ്പി പെരിന്തൽമണ്ണ റോഡിലെ മത്സ്യ മാർക്കറ്റിന് സമീപത്താണ് മുനിസിപ്പൽ ടവറിന്റെ നിർമ്മാണ പ്രവൃത്തികൾ നടക്കുന്നത്. ഇക്കഴിഞ്ഞ ജനുവരി 15-നാണ് മുനിസിപ്പൽ ടവറിന്റെ നിർമ്മാണോദ്ഘാടനം നടന്നത്. കേരളത്തിലെ തന്നെ ആദ്യത്തെ മുഴുവൻ ശീതീകരിച്ച മുനിസിപ്പൽ ടവർ എന്ന ഖ്യാതിയും പട്ടാമ്പിൽ നിർമ്മിക്കുന്ന മുനിസിപ്പൽ ടവറിനുണ്ട്. അത്യാധുനിക രീതിയിലാണ് മുനിസിപ്പൽ ടവറിന്റെ നിർമ്മാണം നടക്കുക. ഇടതുപക്ഷ സർക്കാരിന്റെ ആദ്യ ബജറ്റിൽ തന്നെ ഇടം പിടിച്ച പദ്ധതിയാണ് ഇത്. സ്ഥലപരിമിതിയും ബസ് സൗകര്യത്തിന്റെ അഭാവവും ഗതാഗതക്കുരുക്കുമെല്ലാം വളരെയധികം ഗതാഗതക്കുരുക്ക് മൂലം ജനങ്ങൾ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന നിലവിലെ മുനിസിപ്പാലിറ്റി കെട്ടിടം ഇവിടേക്ക് മാറ്റാനാണ് മുനിസിപ്പൽ ടവർ നിർമ്മിക്കുന്നത്. 10 കോടിയോളം രൂപ ചെലവഴിച്ചാണ് പദ്ധതി. നോഡൽ ഇമ്പാക്ട് കേരളയാണ് പദ്ധതിയുടെ നോഡൽ ഏജൻസി. ഊരാളുങ്കൽ ലേബർ കോപ്പറേറ്റീവ് സൊസൈറ്റിക്കാണ് നിർമ്മാണ ചുമതല. ജനപ്രതിനിധികൾക്ക് സന്ദർശകരെ കാണുന്നതിനുള്ള പ്രത്യേക സൗകര്യം, കോൺഫറൻസ് ഹാള് തുടങ്ങി വിപുലമായ സൗകര്യത്തോടു കൂടിയാണ് ഓഫീസ് സമുച്ചയം നിർമ്മിക്കുന്നത്. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. CCTVയിലൂടെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് തീർത്തും സൗജന്യമായി ആശംസകൾ നേരാം. ജന്മദിനം, വിവാഹം, വിവാഹ വാർഷികം തുടങ്ങിയ അവിസ്മരണീയ ആഘോഷവേളകളിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് CCTVയിലൂടെ തികച്ചും സൗജന്യമായി ആശംസകൾ നേരാം. അതിനായി ഫോട്ടോയും വിശദാംശങ്ങളും മെയിൽ അയയ്ക്കുകയോ അല്ലെങ്കിൽ ഓഫീസിൽ വൈകിട്ട് 4 മണിക്കുള്ളിൽ നേരിട്ടെത്തി നൽകുകയോ ചെയ്യാം. വാട്സ്ആപ്പ് നമ്പർ 89 43 35 14 00. മെയിൽ ID cctvnews@gmail.com. ആശംസകൾ മെയിൽ അയക്കുന്നവരും വാട്സ്ആപ്പ് ചെയ്യുന്നവരും നിർബന്ധമായും ഓഫീസിൽ വിളിച്ച് ഉറപ്പുവരുത്തേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 89 43 35 14 00, 89 43 35 14 26. നമ്പറുകൾ ഒരിക്കൽ കൂടി 89 43 35 14 00, 89 43 35 14 26. CCTV, നിങ്ങളുടെ സ്വന്തം പ്രാദേശിക ചാനൽ. വാർത്തയിലേക്ക്. സാമൂഹിക പ്രതിബദ്ധതയുള്ള മാധ്യമ പ്രവർത്തനത്തിന് ലാൻഡേൺസ് മീഡിയയുടെ പുരസ്കാരം CCTVക്ക്. പ്രോഗ്രാം ഡയറക്ടർ KC ജോസ്, സീനിയർ റിപ്പോർട്ടർ റഷീദ് എരുമപ്പെട്ടി എന്നിവരെയാണ് പുരസ്കാരം നൽകി ആദരിച്ചത്. പ്രാദേശിക ന്യൂസ് ചാനലായ CCTV സാമൂഹിക ആരോഗ്യ വിദ്യാഭ്യാസ ജീവകാരുണ്യ മേഖലകളിൽ നടത്തുന്ന ഇടപെടലുകളും നൽകിയിട്ടുള്ള സംഭാവനകളും കണക്കിലെടുത്താണ് അവാർഡുകൾ നൽകിയത്. പൊതുവിദ്യാലയങ്ങളുടെ മികവുകളെ എടുത്തു കാണിച്ചുള്ള എന്റെ വിദ്യാലയം, ആരോഗ്യമേഖലയ്ക്ക് പ്രാധാന്യം നൽകി വിദഗ്ധ ഡോക്ടർമാരുമായുള്ള അഭിമുഖം, വിവിധ ഔഷധച്ചെടികളെക്കുറിച്ചുള്ള കേരളം മുഴുവൻ ശ്രദ്ധിക്കപ്പെട്ട തൊടിയിലെ ചെടി എന്ന പ്രോഗ്രാമുകൾ CCTVയുടെ ജനശ്രദ്ധ നേടിയ പ്രത്യേക പരിപാടികളാണ്. ഇത് പരിഗണിച്ചാണ് CCTV പ്രോഗ്രാം ഡയറക്ടർ KC ജോസിന് പുരസ്കാരം നൽകിയത്. സാമൂഹിക ജീവകാരുണ്യ വാർത്തകൾക്ക് നൽകുന്ന പ്രാധാന്യമാണ് സീനിയർ റിപ്പോർട്ടർ റഷീദ് എരുമപ്പെട്ടിയെ പുരസ്കാരത്തിന് അർഹനാക്കിയത്. 200-ലധികം കുടുംബങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയായി നടത്തിയിരുന്ന പള്ളിപ്പാടം കുന്നിടിച്ചുള്ള മണ്ണെടുപ്പിനെക്കുറിച്ച് വാർത്ത നൽകുകയും തുടർന്ന് മന്ത്രി MB രാജേഷ് ഇടപെട്ട് മണ്ണെടുപ്പ് നിർത്തിവെക്കുകയും ചെയ്തിരുന്നു. ബാങ്കിന്റെ ജപ്തി നടപടിയെ തുടർന്ന് ഓട്ടിസം ബാധിച്ച 2 മക്കളും രോഗിയായ ഭാര്യയെയും കൊണ്ട് വീട് വിട്ടിറങ്ങേണ്ട അവസ്ഥയിൽ കഴിഞ്ഞിരുന്ന എയ്യാൽ സ്വദേശി മുരളിയെക്കുറിച്ച് വാർത്ത നൽകുകയും തുടർന്ന് എയ്യാൽ ഗ്രാമസഭ വാട്സ്ആപ്പ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഫണ്ട് സ്വരൂപിച്ച് മുരളിയുടെ വീടിന്റെ ആധാരം തിരിച്ചു നൽകുകയും ചെയ്തിരുന്നു. സമീപകാലത്തെ ഈ 2 വാർത്തകളാണ് അവാർഡിന് പരിഗണിച്ചത്. പ്രശസ്ത സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റും മോഡലും ബിഗ് ബോസ് താരവുമായ നാദിറ മെഹറിൻ KC ജോസിന് പുരസ്കാരം സമ്മാനിച്ചു. പ്രമുഖ വ്യവസായിയും സിനിമാ നിർമ്മാതാവും മനുഷ്യാവകാശ സംഘടനാ പ്രസിഡന്റുമായ ഡോക്ടർ അഷ്ലിൻ ബെൽമോൻ റഷീദ് എരുമപ്പെട്ടിക്ക് പുരസ്കാരം സമ്മാനിച്ചു. വടക്കാഞ്ചേരി ഡെലിസ ഇന്റർനാഷണൽ റെസിഡൻസിയിൽ നടന്ന ലാൻഡേൺസ് മീഡിയ ഫാഷൻ വീക്ക് ആൻഡ് അവാർഡ് നൈറ്റ് ചടങ്ങിലാണ് പുരസ്കാരങ്ങൾ നൽകിയത്. വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവരെയും പുരസ്കാരം നൽകി ആദരിച്ചു. ലാൻഡേൺസ് മീഡിയ മാനേജിംഗ് ഡയറക്ടർ റഫീഖ് നാലകത്തും ഫാഷൻ ഷോ ഡയറക്ടറുമായ അരുൺ ചന്ദ്രൻ, അസോസിയേറ്റ് ഡയറക്ടർ ജോമോൻ ജോസഫ്, ലാൻഡേൺസ് മീഡിയ ബ്രാൻഡ് അംബാസിഡർ അഞ്ജലി S. പിള്ള, പ്രമുഖ സോഷ്യൽ മീഡിയ താരം ദാസപ്പൻ കോഴിക്കോട്, പ്രമുഖ മോഡലായ ഹന്ന അലീസ, IMFA വൈസ് പ്രസിഡന്റ് ധന്യ, ലാൻഡേൺസ് മീഡിയ ഒഫീഷ്യൽ കോർഡിനേറ്റർ ഇമാ നന്ദനം തുടങ്ങിയവർ സന്നിഹിതരായി. ബാംഗ്ലൂരിൽ ജൂലൈ 6-7 തീയതികളിലായി നടക്കുന്ന ലാൻഡേൺസ് മീഡിയ ബാംഗ്ലൂർ ഫാഷൻ വീക്കിന്റെ ലോഗോ പ്രകാശനവും സെപ്റ്റംബർ 21-22 തീയതികളിലായി മലേഷ്യയിൽ നടക്കുന്ന ലാൻഡേൺസ് മീഡിയ ഫാഷൻ വീക്ക് സീസൺ 3യുടെ ലോഗോ പ്രകാശനവും ലാൻഡേൺസ് മീഡിയ നിർമ്മിക്കുന്ന സിനിമയുടെ പ്രൊഡക്ഷൻ ലോഞ്ചിങ്ങും ചടങ്ങിൽ നടന്നു. CATU സ്ഥാപക ദിനമായ മെയ് 30 തളി
AMMN-UP സ്കൂൾ പരിസരവും സമീപ പ്രദേശവും CITU തൊഴിലാളികൾ ശുചീകരിച്ചു. വള്ളത്തോൾ നഗർ ഏരിയ സെക്രട്ടറി മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു. മേഖലാ കമ്മിറ്റി അംഗം ഷെൽ TD സ്വാഗതം പറഞ്ഞു. CITU ഏരിയ കമ്മിറ്റി അംഗവും തളി മേഖലാ സെക്രട്ടറിയുമായ ശങ്കരൻകുട്ടി അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് മെമ്പർ ഷാജി ആശംസ അറിയിച്ചു സംസാരിച്ചു. CPIM തളി ലോക്കൽ സെക്രട്ടറി രവീന്ദ്രനാഥ് നന്ദി പറഞ്ഞു. CITU രൂപീകരിക്കുമ്പോൾ CITUവിൻ്റെ പ്രധാനപ്പെട്ട ഒരു മുദ്രാവാക്യം എല്ലാ തൊഴിലാളികളെയും ചേർത്ത് പിടിക്കുക, എവിടെയാണ് തൊഴിലാളികളുള്ളത് അവിടേക്ക് ഇറങ്ങി ചെല്ലുക എന്ന പ്രധാനപ്പെട്ട മുദ്രാവാക്യമാണ് CITU മുന്നോട്ട് വെച്ചിട്ടുള്ളത്. കൂടാതെ മേഖലയിലെ മുഴുവൻ CITU അംഗങ്ങളും ശുചീകരണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു. തൃത്താലയിൽ മഹിളാ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ അനുമോദന സദസ്സ് സംഘടിപ്പിച്ചു. KPCC വൈസ് പ്രസിഡന്റ് VT ബൽറാം അനുമോദന സദസ്സ് ഉദ്ഘാടനം ചെയ്തു. മഹിളാ കോൺഗ്രസ് തൃത്താല മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് വിജയസ്പർശം എന്ന പേരിൽ അനുമോദന സദസ്സ് സംഘടിപ്പിച്ചത്. തൃത്താല ഗ്രാമപഞ്ചായത്തിൽ SLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവർക്കായിരുന്നു അനുമോദനം ഒരുക്കിയത്. KPCC വൈസ് പ്രസിഡന്റ് VT ബൽറാം അനുമോദന സദസ്സ് ഉദ്ഘാടനം ചെയ്തു. നിങ്ങൾ ഇപ്പോൾ വളരെ സന്തോഷത്തോടു കൂടി അവാർഡൊക്കെ വാങ്ങാൻ വേണ്ടി ഇവിടേക്ക് വന്നിരിക്കുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കിയിരുന്നു, നിങ്ങൾ ലോകത്തിന്റെ വേറെ ഏതെങ്കിലും ഭാഗത്തായിരുന്നു ഇപ്പൊ ജീവിച്ചിരിക്കുന്നത് എങ്കിൽ ഇങ്ങനൊരു അവസ്ഥ ഉണ്ടാവുമായിരുന്നു. നിങ്ങൾ ഫലസ്തീനിലായിരുന്നെങ്കിൽ, ഗാസയിലായിരുന്നെങ്കിൽ ഇന്നത്തെ അവസ്ഥ എന്താ? അഭയാർത്ഥി ക്യാമ്പുകളിൽ പോലും കൂട്ടക്കുരുതികൾ നടക്കുകയാണ്, അല്ലെ? ഒരു നിവൃത്തിയില്ലാത്ത ആളുകൾ സ്വന്തം വീടും നാടും ഒക്കെ ഉപേക്ഷിച്ച് പലായനം ചെയ്ത് ആഴ്ചകളോളം മാസങ്ങളോളം അഭയാർത്ഥി ക്യാമ്പുകളിൽ നരകയാതന അനുഭവിക്കുമ്പോൾ അവർക്ക് തലയ്ക്ക് മേലെ പോലും ബോംബുകൾ വർഷിക്കുന്ന ഒരു കാലത്താണ് നിങ്ങൾ അത്തരത്തിലുള്ള ഒരു ടെൻഷനും ഇല്ലാതെ ഇവിടെ സ്വന്തം കരിയറിനെ കുറിച്ച്, ഭാവിയെ കുറിച്ച്, നാളെ എവിടെ ചേരണം എന്നുള്ളതിനെ കുറിച്ച്, ഏത് കോളേജിൽ പോകണം, ഏത് ഹോസ്റ്റലിൽ നിൽക്കണം, ഏതൊക്കെ കോഴ്സ് എടുക്കണം എന്നതിനെ കുറിച്ച് നമുക്ക് പഠിക്കാനുള്ള ഒരു അന്തരീക്ഷത്തിൽ നിങ്ങൾ ജീവിക്കുന്നത്, അല്ലെ? അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ചുറ്റുപാടുകളോട് നമുക്ക് ഒരുപാട് കടപ്പാടുണ്ട്. ഈ ചുറ്റുപാടുകൾ നിങ്ങൾക്കായി നിങ്ങളുടെ മുൻ തലമുറകൾ ഇങ്ങനെ രൂപപ്പെടുത്തി വെച്ചതുകൊണ്ടാണ് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നത്. പ്രിയ പ്രമോദ് അധ്യക്ഷയായിരുന്നു. DCC ജനറൽ സെക്രട്ടറി PV മുഹമ്മദ് അലി, മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് റഷീമ ബാവ, ശാരദാമ്മ, കോമളം, E റാണി, ജയന്തി വിജയകുമാർ, ബേബി രേഖ, സക്കീന തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. അന്തർദേശീയ യോഗ മത്സരത്തിൽ ഗോൾഡ് മെഡൽ നേടിയവർക്ക് അനുമോദനവും നൽകി. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചാലിശ്ശേരി യൂണിറ്റ് ജനറൽ ബോഡി യോഗം തൃത്താല മണ്ഡലം പ്രസിഡന്റ് KR ബാലൻ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് MM അഹമ്മദുണ്ണി അധ്യക്ഷത വഹിച്ചു. 2024-26 വർഷത്തേക്കുള്ള ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. പ്രസിഡന്റായി MM അഹമ്മദുണ്ണി, ജനറൽ സെക്രട്ടറിയായി ഷബീർ ചാലിശ്ശേരി, ട്രഷറർ ബിനോയ് ഡേവിഡ് എന്നിവരെയാണ് തെരഞ്ഞെടുത്തത്. മുഖ്യ ഭരണാധികാരി ബാബു കുടുംബിനി, യൂണിറ്റ് ജനറൽ സെക്രട്ടറി ഷബീർ PI, ട്രഷറർ ബിനോയ് ഡേവിഡ്, തൃത്താല മണ്ഡലം സെക്രട്ടറി മുജീബ്, തൃത്താല മണ്ഡലം ട്രഷറർ കരീം, കുമ്പിടി യൂണിറ്റ് രക്ഷാധികാരി ഇബ്രാഹിംകുട്ടി, യൂണിറ്റ് സെക്രട്ടറി റഫീഖ്, കബീർ MM എന്നിവർ സംസാരിച്ചു. SSLC +2 പരീക്ഷകളിൽ വിജയിച്ച വ്യാപാരികളുടെ മക്കൾക്ക് മൊമെന്റോ നൽകി ആദരിക്കുകയും ചെയ്തു. KSUവിന്റെ ജന്മദിന സംഗമം തൃത്താല മേഴത്തൂരിൽ നടന്നു. KSU സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവിയർ ഉദ്ഘാടനം ചെയ്തു. KSU പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് KSUവിന്റെ ജന്മദിന സംഗമം കൂറ്റനാട് വെച്ച് നടത്തിയത്. മേഴത്തൂർ റീജൻസി ഓഡിറ്റോറിയത്തിൽ വെച്ചായിരുന്നു സംഗമം ഒരുക്കിയത്. രാവിലെ പതാക ഉയർത്തിയായിരുന്നു സംഗമത്തിന് തുടക്കം കുറിച്ചത്. രക്തസാക്ഷി മരിക്കുന്നില്ല, പയ്യന്നൂരിൽ പിറന്ന മണ്ണിൽ ജീവനു വേണ്ടി പിഴയുമ്പോൾ അയ്യോ എന്ന് കരയാതെ, അമ്മേ എന്ന് വിളിക്കാതെ KSU എന്ന് വിളിച്ച സജിത്തിലാലെ പോരാളെ. തുടർന്ന് നടന്ന സംഗമം KSU സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവിയർ ഉദ്ഘാടനം ചെയ്തു. നിരവധി ധീര രക്തസാക്ഷികളെ സംഭാവന ചെയ്ത് വിദ്യാർത്ഥികളുടെ അവകാശങ്ങൾക്ക് വേണ്ടി സമരം ചെയ്തു എന്നതിന്റെ പേരിൽ കേരളത്തിന്റെ തെരുവുകളിൽ ചിന്തപ്പെട്ട രക്തത്തുള്ളികൾ അനവധിയാണ്. നമുക്കറിയാം, 57 മെയ് മാസം 30-ാം തീയതി ആരംഭം കുറിച്ച് കേരളത്തിലെ വിദ്യാർത്ഥികളുടെ അവകാശ സമര പോരാട്ടങ്ങളിൽ ഉജ്ജ്വലമായ നേതൃത്വം കൊടുത്തുകൊണ്ടാണ് നമ്മുടെ പ്രസ്ഥാനം 2024 മുന്നോട്ട് പോകുന്നത്.
ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ലോകത്തിലെ തന്നെ ആദ്യമായി രൂപപ്പെട്ട ഒരു സംഘടിതമായിട്ടുള്ള വിദ്യാർത്ഥി മുന്നേറ്റം അതൊരു പ്രസ്ഥാനമായി രൂപാന്തരപ്പെട്ട് 67 വർഷക്കാലം നിലനിൽക്കുക എന്ന് പറയുമ്പോൾ അത് ഒരുപക്ഷെ മറ്റൊരു സംഘടനയ്ക്കും അവകാശപ്പെടാനില്ലാത്ത ഒരു പാരമ്പര്യം തന്നെയാണ്. എല്ലാ കാലഘട്ടത്തും വിദ്യാർത്ഥിപക്ഷ നിലപാടുകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെയാണ് KSU മുന്നോട്ട് പോയിട്ടുള്ളത്. അത് ഭരണത്തിലിരിക്കുന്ന കാലഘട്ടത്തായിക്കൊള്ളട്ടെ, പ്രതിപക്ഷത്തിരിക്കുന്ന കാലഘട്ടത്തായിക്കോട്ടെ, ഏതെല്ലാം ഘട്ടങ്ങളിൽ വിദ്യാർത്ഥികളുടെ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നുവോ ആ ഘട്ടത്തിലെല്ലാം അധികാരികളുടെ മുഖത്ത് നോക്കിക്കുന്നുകൊണ്ട് നിങ്ങൾ ചെയ്യുന്നത് ഒരു വലിയ തെറ്റാണെന്ന് പറയാൻ KSU എല്ലാ കാലഘട്ടത്തിലും ജാഗ്രത കാട്ടിയിരുന്നു. ജില്ലാ പ്രസിഡന്റ് നിഖിൽ കണ്ണാടി അധ്യക്ഷനായിരുന്നു. KSU സംസ്ഥാന ജനറൽ സെക്രട്ടറി അജാസ് കുഴമന്തം, ഗൗജ വിജയകുമാരൻ, ഡിജു ദിവാകരൻ, DCC സെക്രട്ടറി മാധവദാസ്, സലീം കൂടല്ലൂർ, PA വാഹിദ്, ഹാരിസ് തങ്ങൾ, KP ഹരി, അസർ, KPM ഷെരീഫ്, ജംഷാദ്, P ബാലൻ, ഷംസുദ്ദീൻ, PK അനസ് തുടങ്ങി KSU യൂത്ത് കോൺഗ്രസ് നേതാക്കളും സംഗമത്തിൽ പങ്കെടുത്തു. ഇതോടെ നിളയോര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.